ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മുളക് ബജിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5 മുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുറച്ച് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മാവ് തയ്യാറാക്കാം. ബജി മാവ് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ഇപ്പോൾ ഞാൻ ഓരോ മുളകും ഒരു 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഞെട്ടൊന്നും കളയുന്നില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഉപ്പില്ലാതെ വേവിച്ച ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മാവ് പോലെ കുഴച്ച് എടുക്കണം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പൊടിച്ച് മാവ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തരിയൊന്നുമില്ലാതെ എടുക്കണം. ഇനി ഞാൻ എടുക്കുന്നത് ബജി ബോണ്ട പൗഡറാണ്. ഇതിൽ ഉപ്പൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല. ഇനി നമുക്ക് മാവ് തട്ടി കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ബജിക്ക് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കണം. മാവെല്ലാം ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചേർക്കേണ്ടത് ഒരു സവാള, ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത് ജീരകവും പെരുംജീരകമാണ്, രണ്ടും കൂടെ ഒരു സ്പൂൺ. ഇനി ഒരു സ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മാവിൽ മുക്കിയാണ് മുളക് തയ്യാറാക്കുന്നത്. നമ്മുടെ ബജിമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഉപ്പും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ ചേർത്ത മാവിൽ തന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് അരമണിക്കൂർ മൂടി വയ്ക്കണം. അതിനുശേഷം ബജി ഇട്ട് തുടങ്ങാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുളകെല്ലാം മാവിലൊന്ന് മിക്സ് ചെയ്ത ശേഷം പൊരിച്ചെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് മാവിൽ മുക്കിയ മുളക് ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓരോരോ മുളകും ബജിമാവിൽ മുക്കി ബജി ചുട്ടെടുക്കാം. നമ്മുടെ മുളക് ബജി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജി റെസിപ്പിയാണിത്. നല്ല ചൂടോടെ വേണം കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.